ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ടായിരുന്നു, അടുക്കളയിൽ നിന്ന് ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ നാളെ രാവിലത്തേന് പാലപ്പവും കടലക്കറിയും വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം പാലപ്പത്തിനൊക്കെ അരച്ച് വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, കുളിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന അരിയെല്ലാം പാത്രത്തിലാക്കി വെച്ചു. പച്ചരി വെള്ളത്തിലിടാനുള്ള തയ്യാറെടുപ്പാണ്. പച്ചരി നല്ലവണ്ണം നല്ല വൃത്തിയായി കഴുകി ഒരു 4-5 തവണ കഴുകി വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുക. നമ്മൾ നാളത്തെ കടല വെള്ളം. ഇതിനിടയ്ക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നതിന് ശേഷം നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കണം. തരി ഒട്ടുമില്ലാതെ നല്ല വൃത്തിയായി അരച്ചെടുക്കണം. അതിനുശേഷം എനിക്ക് തേങ്ങ ചിരകാനുള്ള മടി കൊണ്ടാണ് കേട്ടോ കുത്തിയെടുക്കുന്നത്. ഇപ്പം നമ്മളല്ലേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ലല്ലോ. എല്ലാം എളുപ്പപ്പണിയാണ് കേട്ടോ. നല്ലവണ്ണം തേങ്ങയും കുറച്ച് ചോറും കൂടെ ഒരുമിച്ച് അരച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട. പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് നല്ല വൃത്തിയായി അരച്ചെടുത്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി വെച്ചാൽ മാത്രം മതി. രാവിലെയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്, വൈകിട്ട് ഉപ്പ് ചേർത്ത് വെക്കത്തില്ല. രാവിലെ ആകുമ്പോഴത്തേനും നല്ല സൂപ്പറായിട്ട് മാവ് പുളിച്ച് പൊങ്ങും. നല്ല പാലപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരിയാകുമ്പോൾ നല്ല വൃത്തിയായി കഴുകണമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കഴുകി വെക്കാനായിട്ട്. രാത്രിയാകുമ്പോൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കിടക്കുന്നത്. രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് കുട്ടാപ്പി ഭയങ്കര പനിയാണ്. അപ്പോൾ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. നല്ല തലവേദനയുണ്ട്. ഒരുപാട് സമയം ഇങ്ങനെ എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കണോണ്ട് നല്ല തലവേദനയുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥയെ മാറി വല്ലാത്തൊരു വരണ്ട കാലാവസ്ഥയാണ്. അപ്പോൾ അത് കാരണം നല്ല തലവേദനയുണ്ട്. അപ്പോൾ ശരി, പുതിയ വീഡിയോയിൽ കാണാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും കണ്ടില്ലേ, പാലപ്പത്തിൻ്റെ മാവ് നല്ലവണ്ണം പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പാലപ്പച്ചട്ടിയിലോട്ടൊഴിച്ച് നമുക്ക് ആവശ്യാനുസരണം പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പമാണ് ഇത്. ഈ മുട്ടക്കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ. അപ്പോൾ എനിക്കിപ്പോൾ കടലക്കറിയാണ് കേട്ടോ. കടലക്കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, കാരണം കഴിഞ്ഞ ദിവസം ഞാനത് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ എപ്പോഴും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.